ഈ ഒരു ആലു പൊറോട്ട റെഡിയാക്കാനായിട്ട് എല്ലാവരും കൂടി കൂട്ടി അങ്ങ് കലക്കുക. അതിനുശേഷം പാനിലേക്ക് ഇതേപോലെ ഒഴിച്ച് നമുക്ക് പൊളപ്പിച്ചെടുക്കാം കേട്ടോ. പൊടി കുഴക്കാനും പരത്താനും ഫില്ലിങ് റെഡിയാക്കാനും ഒന്നും നിൽക്കണ്ട. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് മുട്ട പോലെ പൊളപ്പിച്ചെടുക്കാം. പിന്നെ വേറെ അത്ര വലിയ ടേസ്റ്റ് സംഭവമൊന്നുമല്ല. നമ്മൾ ആലു പൊറോട്ടയൊക്കെ ഫില്ലിങ്ങോട് കൂടി കഴിക്കുമ്പോൾ ആ ഒരു മസാലയും എരിവൊക്കെ എന്നെ പോലെ അങ്ങനെ വേണ്ടവർക്കൊന്നും പറ്റില്ല. അല്ലാതെ ഹെൽത്തി ആയിട്ടൊക്കെ നോക്കുന്നവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ലിക്വിഡ് ആലു പൊറോട്ടയുടെ ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റോ ഒന്ന് പൊരിഞ്ഞെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വേവാനായിട്ട് നാലായിട്ടൊന്ന് മുറിച്ചിടാം. കുക്കറിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. പൊട്ടറ്റോ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നാലായിട്ട് മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. കുക്കർ അടിച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ പോകുമ്പോഴത്തേനും പൊട്ടറ്റോ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് വിസിലും പോയി കഴിഞ്ഞ ശേഷം തുറന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കുക കേട്ടോ. ചൂടാറിയ ശേഷം നമുക്കത് മാഷ് ചെയ്തെടുക്കാനുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഈ 1 കപ്പ് ഗോതമ്പ് പൊടിയും കൊണ്ട് 6-7 പൊറോട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു റെസിപ്പി ആദ്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് പൊടിയുടെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ഉണ്ടാക്കിയാൽ മതി. പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് ഗോതമ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഒഴിക്കണേ. സാധാരണ നോർമൽ വാട്ടർ ആണ്. കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക. കട്ട പിടിക്കാതെ ബാറ്റർ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇനിയും വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ടി വരും കേട്ടോ. അത് നോക്കിയിട്ട് അപ്പോൾ ചെയ്താൽ മതി. നമുക്ക് ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. തൽക്കാലത്തേക്ക് ഈ ബാറ്റർ അവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് ഇനി പൊട്ടറ്റോ പീൽ ചെയ്ത് തരണം. കുക്കറിന്റെ വിസിൽ പോയി തീർന്നപ്പോൾ തന്നെ ഞാൻ അവിടെ പൊട്ടറ്റോ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ തൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 4ആയിട്ട് മുറിച്ചിട്ടതുകൊണ്ട് നമുക്ക് എളുപ്പം തൊണ്ട് കളയാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ വെജിറ്റബിൾ കട്ടർ ഏതാണോ നിങ്ങളുടെ ഉള്ളത് അതെടുക്കാം. ഇനി ഇതേ രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കൈ വെച്ച് അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷിലൊക്കെ വെച്ച് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കട്ട വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ആലു പൊറോട്ട പൊളിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പശപ്പ് കൂടുതലായിരിക്കും. കഴിക്കാൻ പറ്റില്ല, ആലു പൊറോട്ട കൊള്ളുണ്ടാവില്ല. അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പൊട്ടറ്റോ കംപ്ലീറ്റ് ഞാൻ അവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. വളരെ ചെറുതായിട്ട് അരിഞ്ഞ സവാള 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇതേപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പൊളിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ്. 1 പച്ചമുളകും അതേ രീതിയിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ ലീവ്സും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൊറിയാണ്ടർ ലീവ്സ് ഇച്ചിരി വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇച്ചിരി ഉഷാറില്ലാണ്ട് അങ്ങനെ ഇരിക്കണേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അങ്ങനെ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഡയറക്റ്റ് ഈ ബാറ്ററിലേക്ക് എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്താൽ പോരായിരുന്നോന്ന്. പക്ഷെ പൊട്ടറ്റോക്ക് ഒരു കുഴ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് കുഴച്ചെടുത്തത് കേട്ടോ. പൊട്ടറ്റോയിൽ കട്ടിയൊന്നും ഇല്ലാതെ എല്ലാവരും കൂടി മിക്സ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പൊളിച്ച് കിട്ടില്ല. അങ്ങനെ പൊട്ടറ്റോയും ബാറ്ററും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കണം കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും നിങ്ങളുടെ ഉള്ളത് അത് ഒഴിച്ചെടുക്കുക. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടായിരുന്നു, അതാണ് ഒഴിക്കുന്നത്. ഒലിവ് ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും. കൂടുതൽ ഹെൽത്തി ആണല്ലോ. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക. കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. ഇപ്പൊ ഇച്ചിരി വെള്ളത്തിന്റെ കുറവുണ്ട്. അപ്പൊ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. നമ്മുടെ തവയിലേക്ക് ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് പരന്ന് വരണം. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ ബാറ്ററിന് വേണ്ടത്. ഇത്തിരി ലൂസാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പൊ നമുക്ക് ആലു പൊറോട്ട ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിന്റെ പാൻ തന്നെ എടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടായ ശേഷം ഓയിലൊന്ന് തേച്ചെടുക്കുക. ഓയിൽ എപ്പോഴും തേച്ചെടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല കേട്ടോ. പാനിലെ ബാറ്റർ ഒട്ടിപ്പിടിക്കരുത്, അത്രേ ഉള്ളൂ. ഫ്ലെയിം മീഡിയത്തിലാട്ടോ വെച്ചേക്കുന്നത്. തീരെ കുറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഇത്തിരി പശ പോലെ ആയിരിക്കും. പാലും വെള്ളം പൊട്ടറ്റോ ആണല്ലോ ഉള്ളിലുള്ളത്. അപ്പോൾ ഒത്തിരി തീ കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പുറം കറുത്ത് പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഇതിങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും പുറമേ നിന്നുള്ള ആ മോയ്സ്ചറൊക്കെ അങ്ങോട്ട് മാറി ഇച്ചിരി ഉണങ്ങി വരും. ആ സമയത്ത് വേണം നമുക്ക് മറിച്ചിടാൻ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും സൈഡിൽ നിന്നൊക്കെ ഡ്രൈ ആയി കളർ മാറി വരണുണ്ടോ. അതുപോലെ കംപ്ലീറ്റ് ആവണം. എന്നിട്ട് വേണം നമുക്ക് മറിച്ചിടാനായിട്ട് കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാം. ഇപ്പൊ ഇത് ആദ്യത്തെ പ്രാവശ്യം മറിച്ചിടാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. പയ്യനെ പൊക്കിയെടുത്ത് മറിച്ചിടാം. പിന്നെ ഒരു മിനിറ്റെങ്കിലും ഇങ്ങനെ കിടന്നൊന്ന് കുക്കാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും മറിക്കണം. ഇപ്പൊ കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഒന്നും കൂടി മറിച്ചിടാം. രണ്ടാമത് മറിച്ചിട്ട സമയത്ത് ഇടയിൽ കൂടിയൊക്കെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് പൊങ്ങി വരണം. നിങ്ങൾക്ക് കാണാം. ഈ സമയത്ത് ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കാം കേട്ടോ. കയ്യിൽ വെച്ച് അമർത്താത്തതാണ് നല്ലത്. അപ്പൊ പൊട്ടലൊക്കെ വരും. ക്ലോത്ത് വെച്ച് ഇതേ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത് 1 പ്രാവശ്യം കൂടി മറിച്ചിടാം. 4 പ്രാവശ്യം മറിക്കേണ്ടി വരും കേട്ടോ. ഓവറായിട്ട് ബലം പിടിച്ചൊന്നും പ്രസ് ചെയ്യണ്ട കേട്ടോ. ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 4ാമത് വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം.
ഇത് ഉണ്ടാക്കാനായിട്ട് ഇത്തിരി ക്ഷമ വേണം കേട്ടോ, നല്ല ക്ഷമ വേണം. നിങ്ങൾ തിരക്ക് പിടിച്ചൊക്കെ ഉണ്ടാക്കാൻ നോക്കണവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കൽ അത്ര നടക്കില്ല. ഇത് ബാറ്ററൊക്കെ റെഡിയാക്കാൻ വളരെ എളുപ്പമാണെന്നുണ്ടെങ്കിലും ചുട്ടെടുക്കാൻ ഇച്ചിരി പണിയുണ്ട് കേട്ടോ. തിരിച്ചിട്ട് മറിച്ചിട്ട് പൊളിപ്പിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ച് പെട്ടെന്ന് അങ്ങോട്ട് വേവിച്ചെടുത്ത് നമുക്ക് കഴിക്കാം. അതല്ലാതെ പൊളിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പണിയാണ് കേട്ടോ. ഏതൊരു ബാറ്ററി വെച്ചും നമ്മൾ ഇതുപോലെ പൊളിപ്പിച്ചെടുക്കുന്ന സംഭവമൊക്കെ എടുക്കണമായി തന്നെ ഇതും ഇച്ചിരി പണിയാണ്. ആദ്യത്തിലൊക്കെ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വേണ്ടാന്ന് വെച്ചിട്ടതാണ്. പിന്നെയാണ് എനിക്ക് അതിൻ്റെ ഒരു രീതി മനസ്സിലായത്. ഈ ഒരു സംഭവം ഇപ്പോൾ പൊളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ അതിൽ ഒരു കട്ട് വന്നിട്ടുണ്ട്, മുറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഞെക്കിയപ്പോൾ ഇച്ചിരി വെള്ളം കൂടി പോയിട്ട് ഒന്ന് കട്ടായതാണ്. അതുകൊണ്ട് കണ്ടോ ആവി പോണുണ്ടോ. അപ്പം ഇനി ഇതിൽ കൂടുതൽ പൊളക്കില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം കേട്ടോ എടുക്കുന്ന സമയത്ത്. ഇനി അടുത്തൊരെണ്ണം ഇതിൽ നന്നായിട്ട് പൊളിച്ച് വരണുണ്ട്. അടുത്തൊരെണ്ണമല്ല, ഇനിയുള്ളത് എല്ലാവരും പൊളിച്ച് വരുന്നുണ്ട്. ആദ്യത്തെ ഒരെണ്ണം എനിക്ക് എപ്പോഴും പറ്റുന്നതാണ്, ആദ്യത്തെ ഒരെണ്ണം ഇച്ചിരി മോശമായിരിക്കും. അടുത്തൊരെണ്ണം കൂടി ചൊറിഞ്ഞാൽ നിങ്ങൾ കാണും കേട്ടോ. അത് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഉണ്ട പോലെ പൊളിച്ച് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. അപ്പൊ ഇത് ആലു പൊറോട്ടയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, അതിൽ അകത്ത് മസാല ഒക്കെ ഉണ്ടാവും. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം. ഈ സംഭവത്തിന് കറി വേണ്ടി വരും കേട്ടോ. കറി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും, എഗ്ഗ് കറിയോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും. ഇച്ചിരി മസാല എരിവൊക്കെ കൂട്ടി കഴിക്കണവർക്ക്, അല്ലാത്തവർക്ക് വെറുതെ കഴിക്കായിരിക്കും. എനിക്ക് വെറുതെ കഴിക്കാൻ അത്ര ഇഷ്ടമായില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല സംഭവം. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം, കുറച്ചുണ്ടാക്കാം. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാം കേട്ടോ. സംഭവം വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമായില്ല എന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് അടിച്ചേക്കാം. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. രാവിലെ 11:15 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇൻഷാല്ലാ നാളെ കാണാം. താങ്ക് യു.